സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലം അറിയണ്ടേ? പക്ഷെ ആര് പ്രഖ്യാപിക്കും? ആര് പറയും ഈ ഫലപ്രഖ്യാപനം എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയൊരു ചോദ്യം. കാരണം സംസ്ഥാനത്ത് ഭരണമാറ്റം സംഭവിച്ചു, പക്ഷേ പുതിയ സർക്കാർ അധികാരമേറ്റിട്ടില്ല. ഇത്തവണത്തെ SSLC പ്രഖ്യാപനത്തിൽ അതുകൊണ്ട് തന്നെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പരീക്ഷാ ബോർഡ് ഇപ്പോൾ നാളെ യോഗം ചേരുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാത്ത സ്ഥിതിക്ക് പ്രഖ്യാപനം മാറ്റിവെക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഹാൻസ് വിവരങ്ങളുമായി നമുക്കിപ്പം തിരുവനന്തപുരത്ത് ചേർന്നുണ്ട്. ഹാൻസെ, ഗുഡ് ഈവനിങ്. ആരാകും ഫലം പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഒരു ആകാംക്ഷയായിട്ട് നിൽക്കുന്നത്. കാരണം പുതിയ സർക്കാരില്ല, മന്ത്രിയില്ല, 4.25 ലക്ഷത്തോളം പിള്ളേരുടെ കാത്തിരിപ്പാണ്. അത് തന്നെയാണ് സേതു. ഒരു സ്ഥലത്ത് എഴുതിയ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് എഴുതിയ പരീക്ഷയുടെ ഫലം ആര് പ്രസിദ്ധീകരിക്കും, എപ്പോൾ പ്രസിദ്ധീകരിക്കും എന്നുള്ളത് ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. കാരണം ഭരണമാറ്റം സംഭവിച്ചു. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മാത്രം നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായതിനു ശേഷം വേണം മന്ത്രിമാർ ആരൊക്കെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ. അതെന്തായാലും ഈ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന തീയതിക്ക് മുൻപ് എന്തായാലും പ്രാവർത്തികമാകാനുള്ള സാധ്യതയില്ല. 15-ാം തീയതിയാണ് SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ ഇടത് സർക്കാരും മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടിയും ഒക്കെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇതുവരെയും മന്ത്രിയായിട്ടില്ല. സാധാരണഗതിയിൽ വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയാണ് SSLC പരീക്ഷാഫലം അടക്കമുള്ള പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിക്കാറും അത് പ്രഖ്യാപിക്കാറുമുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ വകുപ്പ് മന്ത്രിയില്ല, ഒപ്പം തന്നെ വകുപ്പിൻ്റെ ചുമതലയുള്ള സെക്രട്ടറിയുമില്ല. നേരത്തെ K വാസുകിയായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി. പക്ഷേ അവരിപ്പോൾ ലോക്ഭവനിലേക്ക് സ്ഥലം മാറിപ്പോയി. പകരം ചുമതല നൽകിയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ഷർമിള മേരി ജോസഫിനാണ്. അവർക്കാണെങ്കിൽ തന്നെ നിലവിലെ സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് പൂർണ്ണമായി ചുമതല കൈകാര്യം ചെയ്യാനുള്ള ഒരു സാഹചര്യവുമില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ആരാണ് ഇനിയിപ്പോൾ ഈ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ തുടരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി നാളെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിട്ടുള്ള NSK ഉമേഷിൻ്റെ നേതൃത്വത്തിൽ ഒരു പരീക്ഷാ ബോർഡ് യോഗം നാളെ നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കാറ്. സാധാരണഗതിയിൽ വകുപ്പ് മന്ത്രിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ SSLC പരീക്ഷാഫലമൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ, അല്ലാത്ത പക്ഷം ഈ SSLC പരീക്ഷാഫല തീയതി മാറ്റിവെക്കുമോ എന്നാണ് അറിയേണ്ടത്. അത്തരത്തിൽ പരീക്ഷാഫല തീയതി മാറ്റിവെക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ വിദ്യാർത്ഥികളെ ബാധിക്കും. സേതു പറഞ്ഞതുപോലെ തന്നെ 4,17,000-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയതും ഈ ഫലം കാത്തിരിക്കുകയും ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ പരീക്ഷാ തീയതി മാറ്റുകയാണെങ്കിൽ +1 പ്രവേശനത്തെ അടക്കം ഇത് വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കും. അതുമാത്രമല്ല, ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവയെല്ലാം പൂർത്തീകരിച്ചിട്ട് വേണം മറ്റ് പരീക്ഷകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള അഡ്മിഷനുകളുണ്ടെങ്കിൽ അവയ്ക്കും പ്രവേശനം നേടാനായിട്ട്. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന പരീക്ഷാ ബോർഡ് യോഗം ഏറ്റവും നിർണായകമാണ്. സേതു.